അമേരിക്കൻ പ്രസിഡന്റ് ട്രംപും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിങ് പിങ്ങും തമ്മിൽ കൂടിക്കാഴ്ച നടന്നു. ഇതിനകത്ത് ശരിക്കും പറഞ്ഞാൽ ട്രംപ് ചൈനയുടെ കാല് പിടിച്ചിരിക്കുന്നതെന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ചൈനയ്ക്ക് കിട്ടാനുള്ളത് എന്താണ്? താരിഫിൻ്റെ ആ ഒരു റിഡക്ഷൻ, അതാണ് കിട്ടാനുള്ളത്. പക്ഷേ അമേരിക്കയ്ക്ക് കിട്ടാനുള്ളത് എന്താണ്? അമേരിക്കയ്ക്ക് ചൈന അവരുടെ കയ്യിൽ നിന്ന് സോയാബീൻ വാങ്ങിക്കണം, അതുപോലെ റെയർ എർത്ത് എലമെന്റ്സ് മൊത്തത്തിൽ ഒരു 1 ഇയറിലേക്ക് കയറ്റി അയക്കണം. 1 ഇയർ കഴിയുമ്പോഴത്തേക്കും ഈ ഒരു എഗ്രിമെന്റ് വീണ്ടും റിവൈസ് ചെയ്ത് റിന്യൂ ചെയ്യും, അതാണ് ധാരണ. എന്നാൽ പിന്നെ അതിലുപരിയായിട്ട് ഈ ഫെന്റനൈലിന്റെ വിഷയത്തിൽ ഒരു ധാരണ ഉണ്ടാക്കണം. അത് ചൈനയിൽ നിന്നും ഇല്ലീഗലായിട്ട് ഫെന്റനൈൽ പോകുന്നില്ല എന്നുള്ളത് ഉറപ്പുവരുത്തണം. അതായത് മേടിക്കുന്ന രാജ്യങ്ങൾ, ഫോർ എക്സാമ്പിൾ മെക്സിക്കോ ആണെങ്കിലും അതുപോലെ വെനിസുല ആണെങ്കിലും അവരുമായിട്ട് ഒരു എഗ്രിമെന്റ് വെക്കണം. അതായത് അമേരിക്കയുടെ ഉള്ളിലേക്ക് ഈ ഫെന്റനൈൽ അനധികൃതമായിട്ട് പോകുന്നില്ല എന്നുള്ള രീതിയിൽ. അപ്പോൾ അങ്ങനത്തെ ചില കാര്യങ്ങളൊക്കെയാണ് ട്രംപ് ആവശ്യപ്പെട്ടത്. 157% എന്നുള്ളത് നവംബർ 1 ഇംപ്ലിമെന്റ് ചെയ്യാൻ വെച്ചിരുന്ന താരിഫാണ്. നിലവിൽ 57% ആണ് ഉണ്ടായിരുന്നത്. അതിൽ 10% കുറച്ചിട്ടുണ്ട്. ഈ ഫെന്റനൈലിന്റെ താരിഫ് 20%. അപ്പോൾ അതിൽ ഒരു 10% കുറച്ചിട്ടുണ്ട്. അവിടെ തന്നെ ക്ലാരിറ്റി ഇല്ല. ഫെന്റനൈലുമായിട്ട് ബന്ധപ്പെട്ട ആരോപണം ചൈന ശരിവെച്ചിട്ടില്ല. ശരിവെക്കാത്ത സാഹചര്യത്തിൽ അമേരിക്ക സ്വമേധയാ എടുത്ത ഒരു തീരുമാനമാണ് 10% അതിൽ കുറയ്ക്കാന്ന് പറഞ്ഞിട്ട്. ഫെന്റനൈൽ ഞങ്ങളാണ് അമേരിക്കയുടെ ഉള്ളിലേക്ക് കള്ളക്കടത്ത് നടത്തുന്നത് എന്നുള്ള രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റുകളെ അംഗീകരിച്ചുകൊണ്ടുള്ള ഒരു നിലപാടും ചൈനയ്ക്കില്ല. അതാണ് മനസ്സിലാക്കേണ്ടത്. ചൈന ആ വിഷയത്തിലൊക്കെ വളരെ ക്ലിയർ ആയിട്ടുള്ള നിലപാടുകളാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നോക്കിക്കഴിഞ്ഞാൽ സോയാബീൻ വേണമെങ്കിൽ ഞങ്ങൾ കുറച്ച് വാങ്ങിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെ ചൈനയുടെ താരിഫ് ഏതാണ്ട് 40% താഴെ ആയിട്ടുണ്ട്. ഒരു 37% ആയിട്ടുണ്ട് ചൈനയുടെ താരിഫ്. അപ്പോൾ അത് വളരെ നല്ല കാര്യമായിട്ട് ചൈനയ്ക്ക് തോന്നുന്നുണ്ടാവാം. പക്ഷേ എന്നാലും ചൈന സാറ്റിസ്ഫൈഡ് അല്ല, അത് മാത്രമാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതുപോലെ ട്രംപിന്റെ ട്വീറ്റിലാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ട്രംപ് പറയുന്നുണ്ട്. പക്ഷെ അതൊന്നും തന്നെ പ്രാക്ടിക്കലായിട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല. അത് ട്രംപ് കുറെ ഇങ്ങനെ കൊണ്ട് ഇങ്ങനെ പറയുന്നതാണ്. ചൈന റഷ്യയുമായിട്ടുള്ള ഇടപാടുകൾ നിർത്താമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് റഷ്യക്ക് ഡ്യുവൽ യൂസേജ് പ്രോഡക്റ്റ് കയറ്റി അയക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ നിർണായകമായിട്ടുള്ള തീരുമാനമെടുക്കാം, ഇനി റഷ്യക്ക് കൊടുക്കില്ല എന്നൊക്കെ പറഞ്ഞതായിട്ടൊക്കെ ട്രംപ് പറയുന്നുണ്ട്. അതൊക്കെ വെള്ളത്തിൽ വരച്ച വരെയാണ്. അങ്ങനെയൊന്നും ചൈന ഒരിക്കലും ചെയ്യാൻ പോകുന്നില്ല. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. പിന്നെ ഇതിനകത്ത് ഇപ്പം നിർണായകമായുള്ള തീരുമാനം വെച്ചാൽ 1 ഇയറിലേക്കുള്ള റെയർ എർത്ത് എലമെന്റ്സിന്റെ കയറ്റുമതി, അതേപോലെ സോയാബീൻ ഇറക്കുമതി, ഇതൊക്കെ തന്നെയാണ് ഇതിനകത്ത് പ്രധാനമായിട്ട് ചർച്ച ചെയ്തിട്ടുള്ള വിഷയങ്ങൾ. ഇതൊക്കെ ഒരു ഡീറ്റെയിൽഡ് ഡ്രാഫ്റ്റഡ് എഗ്രിമെന്റ് ഒന്നും പുറത്ത് വന്നിട്ടില്ല. ഒരു എഗ്രിമെന്റ് സൈൻ ചെയ്തിട്ടില്ല. ചർച്ച നടത്തിയിട്ടുണ്ട്, ഇന്ന പോയിന്റുകളൊക്കെ സംസാരിച്ചു എന്ന് പറഞ്ഞ ഒരു മെനുട്സ് മാത്രം തയ്യാറാക്കിയിട്ട് 2 നേതാക്കളും സൈൻ ചെയ്തിട്ടുണ്ട്. ഇത് മാത്രമാണ് മെനുട്സ്. അതാണ് മനസ്സിലാക്കേണ്ടത്. ഒരു തരത്തിലുള്ള റിപ്പോർട്ടോ ഒരു തരത്തിലുള്ള എഗ്രിമെന്റുകളും സൈൻ ചെയ്തിട്ടില്ല. ഈ വാർത്താ മാധ്യമങ്ങൾ പറയുന്നത് പോലെ ചൈനയും അമേരിക്കയും തമ്മിൽ ധാരണയായി കരാർ ഒപ്പിട്ടു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കരാറും ഒപ്പിട്ടിട്ടില്ല. ചൈന ഏത് നേരത്തെ വേണമെങ്കിലും റെയർ എർത്ത് എലമെന്റ്സ് നിർത്തും. അത് അമേരിക്കയുടെ ബിഹേവിയർ അനുസരിച്ചിരിക്കുന്നു. അമേരിക്കയുടെ ബിഹേവിയർ നല്ല രീതിയിലാണെന്നുണ്ടെങ്കിൽ ചൈന തുടർന്ന് റെയർ എർത്ത് എലമെന്റ്സ് കയറ്റി അയക്കും. പക്ഷേ അമേരിക്കയുടെ നെക്ക് പോയിന്റ് റെയർ എർത്ത് എലമെന്റ്സ് ആണെന്നുള്ളത് ചൈന വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞു. അത് ഡൊണാൾഡ് ട്രംപ് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിന്റെ അതർ സൈഡ് എന്ന് പറഞ്ഞാൽ പലരും വിചാരിക്കുന്നത് അമേരിക്കയും ചൈനയും ഒരുമിച്ച് കഴിഞ്ഞു, അപ്പോൾ അതുകൊണ്ട് ഇന്ത്യക്ക് അത് ദോഷം ചെയ്യും. അങ്ങനെ പരിപാടിയൊന്നുമില്ല. അമേരിക്കയും ചൈനയും ഇപ്പോഴാണ് റീസെൻ്റ് ആയിട്ടാണ് ഈ വഴക്കുകളൊക്കെ തുടങ്ങിയത്. അതിന് മുമ്പ് തന്നെ അവർ വളരെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ വിഷയത്തിൽ നമുക്ക് ഒരു വിധത്തിലുള്ള പ്രശ്നങ്ങളില്ല. ഇതിൽ ആക്ച്വലി പ്രശ്നത്തിലായ 2-3 ആൾക്കാരുണ്ട്. അതിലൊന്ന് ജപ്പാൻ, രണ്ടാമത് തായ്വാൻ, 3 ഫിലിപ്പൈൻസ്, ഇനി 4ാമത് യൂറോപ്യൻ രാജ്യങ്ങൾ. ഇതിൽ പ്രധാനമായിട്ട് 2 വിഷയങ്ങൾ ഇവിടെ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നത് തായ്വാന്റെ വിഷയം എന്ന് പറഞ്ഞാൽ തായ്വാന്റെ ചിപ്പ് എല്ലാം തന്നെ ചൈന ഇപ്പോൾ വാങ്ങിക്കുന്നില്ല. കാരണം തായ്വാൻ അമേരിക്കൻ സപ്പോർട്ട് ചെയ്തുകൊണ്ട്, അമേരിക്കയുടെ സാങ്ഷൻസ് ഫോളോ ചെയ്തുകൊണ്ട് ചൈനയ്ക്കുള്ളിൽ ഒരുപാട് സാധനങ്ങൾ കയറ്റി അയക്കുന്നതിന് നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്ന രാജ്യമാണ് തായ്വാൻ. തായ്വാന്റെ അടുത്ത് നിന്നും ചൈന ചിപ്പ് ഇറക്കുമതി നിർത്തിയതോടുകൂടി എൻവിഡിയ പോലത്തെ പല കമ്പനികളുടെയും ചിപ്പ് ചൈന നിർത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ചൈന ഇങ്ങനെ ഒരു നടപടിക്രമം സ്വീകരിച്ചതോടുകൂടി ഏറ്റവും കൂടുതൽ വരുമാനം കുറഞ്ഞത് തായ്വാനാണ്. തായ്വാൻ ചൈന പ്രശ്നത്തിന് ഇടപെട്ട കാലത്തിൽ തിരികൊളുത്തിയത് നാൻസി ഫെലോസി എന്ന് പറഞ്ഞിട്ട് ഈ ഡെമോക്രറ്റുകൾ ഭരിച്ചിരുന്ന സമയത്ത് ഒരു ലേഡി അവിടെ വന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ആ ലേഡി ഇറങ്ങിയതിന് ശേഷമാണ് ചൈന തായ്വാൻ പ്രശ്നം കൂടുതൽ വഷളായത്. ചൈന 1940 മുതലേ പറയുന്നുണ്ട് തായ്വാനെ ഏറ്റെടുക്കും എന്നൊക്കെ പറഞ്ഞോണ്ട്. പക്ഷേ ഇതുവരെ അങ്ങനെ ഒരു നടപടിക്രമം ഒന്നും ചെയ്തിട്ടില്ല. പലതവണ ഒരു ഭീഷണി, ഒരു സ്ട്രാറ്റജിക് പോയിന്റ് ആയിട്ട് അത് ഉപയോഗിക്കാറുണ്ട്. പക്ഷേ ഇതുവരെ ഒരു ആക്രമണ സ്വഭാവത്തോടു കൂടി പോയിട്ട് തായ്വാനെ കീഴടക്കാൻ പോയിട്ടില്ല. അതാണ് യാഥാർത്ഥ്യം. ഇത് എല്ലാവർക്കും മനസ്സിലാകുന്ന കാര്യമാണ്. അമേരിക്കയും ഇതിനെ ഒരു ജിയോ പൊളിറ്റിക്കൽ സ്ട്രാറ്റജിക്കൽ ലൊക്കേഷനായിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇപ്പൊ അമേരിക്ക പറഞ്ഞിരിക്കുന്നത് തായ്വാന്റെ കമ്പനികൾ തായ്വാന്റെ ചിപ്പ് മേഖലയിലേക്ക് ഇനി ഒരു ഉണർവേകണം എന്നുണ്ടെങ്കിൽ അമേരിക്ക പറയുന്നത് കമ്പനികൾ അമേരിക്കയുടെ ഉള്ളിലേക്ക് വന്ന് സ്ഥാപിക്കുക, അവിടെ നിന്ന് ചിപ്പ് മാനുഫാക്ചറിങ് ചെയ്യുക. എന്നാലോ ഈ സ്ഥാപിക്കുന്ന കമ്പനികളിൽ നിന്ന് വരുന്ന റവന്യൂവിൽ 50% അമേരിക്കയ്ക്ക് തന്നെ കൊടുക്കണം. ഇതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. അപ്പം അങ്ങനെയാണെങ്കിൽ ഇവിടെ ലോക്കൽ മാനുഫാക്ചറിങ്ങിന് എന്ത് പ്രത്യേകതയാണുള്ളത്?
ഇപ്പോൾ ലോക്കൽ മാനുഫാക്ചറിങ് ചെയ്തിട്ട് തായ്വാനിൽ നിന്നും അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യുന്ന ചിപ്പുകളാണെന്നുണ്ടെങ്കിൽ അതിന് വേറെ താരിഫ് കട്ട് കൊടുക്കേണ്ടി വരും. ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളാണ്. അതായത് അമേരിക്കയെ ചേർന്ന് നിൽക്കുന്ന അമേരിക്കയുടെ സുഹൃത്ത് രാജ്യങ്ങളെ അമേരിക്ക എങ്ങനെയാണ് കാണുന്നത് എന്നുള്ളതിൻ്റെ ഒരു എക്സാമ്പിളാണ്. അതുപോലെ തന്നെ ഇപ്പോൾ യൂറോപ്പ് മേഖലയിൽ നോക്കൂ. ഇത്രയും കാലം ചൈനയ്ക്കെതിരെ സാങ്ഷൻസ് ഉണ്ടാകും, സാങ്ഷൻ ഇടൂ എന്ന് പറഞ്ഞിട്ട് യൂറോപ്പിനെ കൊണ്ട് കഠിനമായ രീതിയിൽ സാങ്ഷൻ അപ്ലൈ ചെയ്യിപ്പിച്ചു. ചൈനയ്ക്ക് മേളിലും യൂറോപ്യൻ യൂണിയനിലും മൊത്തത്തിൽ സാങ്ഷൻസ് ആണ്. പക്ഷേ ഇപ്പോൾ നിങ്ങൾ നോക്കൂ, ഈ മറ്റുള്ളവരെല്ലാം കൊണ്ട് സാങ്ഷനിൽ ഏർപ്പെടുത്തിയിട്ട് ചൈനയുമായിട്ട് അമേരിക്ക മാത്രം നല്ല രീതിയിലുള്ള ഡീലിംഗ്. അപ്പോൾ അമേരിക്കയ്ക്ക് റഷ്യ ഉക്രൈൻ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട സാങ്ഷൻസ് ബാധകമല്ലേ? ഇത് ബാധകമാണ്. അപ്പം അമേരിക്കയുടെ കാര്യം വരുമ്പോഴത്തേക്കും അവർക്ക് യൂറോപ്പിനെ നോക്കണ്ട, അവർക്ക് ഏഷ്യയെ നോക്കണ്ട, അവരോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ആരെയും നോക്കേണ്ട ആവശ്യമില്ല. അവർക്ക് നേരെ ചൈനയുടെ കാലിൽ പോയി വീഴുക, അവരുമായിട്ട് ബിസിനസ് കരാറുകളൊക്കെ ഒപ്പുവെക്കുക, കാര്യങ്ങൾ മുന്നോട്ട് നീക്കുക. ഇതാണ് ഇരട്ടത്താപ്പ്. ഈ ഇരട്ടത്താപ്പ് പണ്ട് തൊട്ടേ അമേരിക്ക കാണിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് എന്താണ് പറയാൻ വരുന്നത് വെച്ചാൽ അമേരിക്കയെ നമ്മൾ എപ്പോഴും കുറച്ച് ഡിസ്റ്റൻസിൽ തന്നെ നിർത്തണം. അവരെ നമ്മൾ ശത്രുവാക്കി മാറ്റി നിർത്താനും പറ്റത്തില്ല. അവരുടെ അടുത്ത് ഒരുപാട് നമ്മൾ ചങ്ങാത്തം കൂടാനും പാടില്ല. അങ്ങനെ നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പെടും. ഇന്ത്യ ഇപ്പോൾ എടുത്തിരിക്കുന്ന പൊസിഷനാണ് വളരെ കറക്റ്റ്. കാരണം കൂടുതൽ ഇങ്ങോട്ട് അടുക്കുകയും വേണ്ട, ഒരുപാട് അങ്ങ് മാറ്റി നിർത്തുകയും വേണ്ട, ആ രീതിയിൽ അങ്ങ് പോയാൽ മതി. അപ്പം അമേരിക്ക തുടരെ സാങ്ഷൻസ് ഏർപ്പെടുത്തി ഇറാന്റെ ഉള്ളിലേക്ക് ചബഹാർ പോർട്ടിലേക്ക് സാങ്ഷൻസ് കൊണ്ടുവന്നിട്ട് ആ സാങ്ഷൻസ് ഇന്ത്യ ഫോളോ ചെയ്യുന്നില്ല എന്ന് കണ്ടിട്ട് ഇനി അതിനകത്തൊന്നും ചെയ്യാനില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഒരു 6 മാസത്തേക്ക് ഇന്ത്യക്ക് ഒരു വേവറിങ് കൊടുത്തേക്കാം എന്ന് പറഞ്ഞിട്ട് ചബഹാർ പോർട്ടിനെ വീണ്ടും ട്രംപ് സാങ്ഷനിൽ നിന്നും ഒഴിവാക്കിയിരിക്കുകയാണ്, ഇന്ത്യക്ക് മാത്രം. അപ്പോൾ അഫ്ഗാനിസ്ഥാനും ഇനി നല്ല രീതിയിലുള്ള കണക്ടിവിറ്റി ഉണ്ടാവും. അപ്പോൾ ആ പേരിൽ ഇനി ഒരു വിഷയം ഇന്ത്യക്കില്ല. പക്ഷേ അതേസമയം ചൈനയുമായിട്ട് ഒരു സൈഡിൽ ചർച്ച നടക്കുന്ന സാഹചര്യത്തിൽ സൗത്ത് ചൈന സീയിൽ ഫിലിപ്പൈൻസിൻ്റെയും ചൈനയ്ക്കും നടുക്കായിട്ട് ഒരു ഐലൻഡ് ഉണ്ട്. ആ ഐലൻഡിൽ അമേരിക്ക അവരുടെ സെക്യൂരിറ്റി മെഷേഴ്സ് ഉറപ്പുവരുത്തിക്കൊണ്ട് നിരീക്ഷണം ശക്തമാക്കിയിരിക്കുകയാണ്. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ 2 ദിവസങ്ങൾക്ക് മുമ്പ് ഒരു എയർക്രാഫ്റ്റും അതേപോലെ ഒരു ഹെലികോപ്റ്ററും അവിടെ തകർന്നു വീണിട്ടുണ്ടായിരുന്നു. അതിൽ അമേരിക്ക ചൈനയാണ് ഡൗട്ട്ഫുൾ ആയിട്ട് നോക്കിക്കാണുന്നത്. ഇലക്ട്രോണിക് വാർഫെയർ മെത്തേഡിൽ ഈ എയർക്രാഫ്റ്റിനെയും ഈ ഹെലികോപ്റ്ററിനെയും ചൈന തകർത്തിട്ടുണ്ടാവാനുള്ള സാധ്യതയാണ് അവർ കൽപ്പിക്കുന്നത്. ഇത് ഒരു പരിധിവരെ ഈ ചർച്ചയുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പ്രഷർ പോളിസി ആയിട്ട് അമേരിക്ക എടുക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയെങ്കിലും അത് അങ്ങനെയല്ല. ആ ഒരു നിരീക്ഷണം തുടരുമെന്ന് തന്നെയാണ് അമേരിക്ക പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒരു സൈഡിൽ ചർച്ച, മറ്റൊരു സൈഡിൽ വീണ്ടും പ്രശ്നങ്ങൾ തുടങ്ങുകയാണ്. അപ്പം അതായത് ഈ അമേരിക്കയും ചൈനയുമായിട്ടുള്ള ബന്ധം അങ്ങനെ സ്ട്രെയിറ്റ് ഫോർവേഡായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു കാര്യമല്ല എന്നുള്ളതാണ് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇനി ഒരു വിഷയം കൂടെ നോക്കി നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം. അതായത് ബ്രസീലുമായിട്ട് ബന്ധപ്പെട്ട് ബ്രസീലിന് 50% താരിഫ്. അപ്പോൾ ഈ 50% താരിഫുമായിട്ട് ബന്ധപ്പെട്ട് ബ്രസീലിനെ കൊണ്ട് അമേരിക്ക വലിയ രീതിയിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. ബ്രസീലിനെ കൊണ്ട് മാത്രമല്ല, ഈ താരിഫ് കൊണ്ട് വലിയ ബുദ്ധിമുട്ടിലാണ്. അപ്പം US കോൺഗ്രസ്സിൽ ട്രംപ് പുറത്ത് കറങ്ങി നടക്കുകയാണ്. അപ്പോൾ US കോൺഗ്രസ്സിൽ ഈ ബ്രസീലിൻ്റെ താരിഫുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ ഒരു റെഫറൻഡം പാസ്സാക്കുകയുണ്ടായി. അപ്പോൾ അങ്ങനെ പാസ്സാക്കാൻ ശ്രമിച്ച സമയത്ത് ട്രംപിന് കോൺഗ്രസ്സിൽ 52 ട്രംപിൻ്റെ പാർട്ടി, റിപ്പബ്ലിക്കൻസിൻ്റെ മെജോറിറ്റി മാക്സിമം, ഡെമോക്രാറ്റുകൾക്ക് 48. പക്ഷെ അതേസമയം ഈ ബ്രസീലിൻ്റെ താരിഫുമായിട്ട് ബന്ധപ്പെട്ട് ബ്രസീലിന് താരിഫ് ഇട്ടത് ശരിയാണോ തെറ്റാണോ എന്നുള്ള റെഫറൻഡത്തിൽ ട്രംപിൻ്റെ പാർട്ടി ട്രംപിൻ്റെ ഈ ഒരു താരിഫ് പരാജയപ്പെട്ടിരിക്കുകയാണ്. അതായത് ബ്രസീലിന് താരിഫ് വേണ്ട എന്നാണ് US കോൺഗ്രസിൻ്റെ തീരുമാനം. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇനി ട്രംപ് അമേരിക്കയിൽ എത്തിയ ഉടനെ അടുത്ത നടപടികൾ എടുക്കുമായിരിക്കും. കാരണം ഈ ട്രംപ് പാസ്സാക്കിയിരിക്കുന്ന താരിഫുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം തന്നെ യുദ്ധകാലാടിസ്ഥാനത്തിൽ നാഷണൽ സെക്യൂരിറ്റിയുടെ ഭാഗമായിട്ടാണ് ഈ താരിഫുകളെല്ലാം തന്നെ എക്സിക്യൂട്ടീവ് ഓർഡർ പാസ്സാക്കി നടപ്പിലാക്കിയിരിക്കുന്നത്. അല്ലാതെ മുൻകൂട്ടി കോൺഗ്രസിലേക്ക് വിളിച്ച് ചർച്ച നടത്തി പാസ്സാക്കിയ നിയമങ്ങളല്ല ഇതൊന്നും, ഈ താരിഫ് നിയമങ്ങൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ നവംബർ 5 ട്രംപിൻ്റെ ഈ താരിഫുമായിട്ട് ബന്ധപ്പെട്ട കേസ് കോടതിയിൽ വരികയാണ്, അമേരിക്കൻ കോടതിയിൽ. അപ്പോൾ അവിടെ തീരുമാനിക്കും ട്രംപ് ഇട്ട താരിഫ് ശരിയാണോ, നിയമപരമാണോ, ഇതിങ്ങനെ തുടരാൻ പറ്റുമോ, ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് ഡിസ്കസ് ചെയ്ത് ഇതിന് വേറെ എന്തെങ്കിലും തീരുമാനങ്ങൾ കൊണ്ടുവരേണ്ടതുണ്ടോ എന്നുള്ളതൊക്കെ നവംബർ 5 അറിയാൻ പറ്റും. ഇപ്പോൾ ട്രംപ് ഇട്ടിരിക്കുന്നതെല്ലാം താൽക്കാലികമായിട്ട് ട്രംപിൻ്റെ ആ ഒരു പ്രസിഡന്റ് എന്നുള്ള ആ ഒരു പവർ കാണിക്കാൻ വേണ്ടിയിട്ട് ചെയ്തിരിക്കുന്ന പരിപാടിയാണ്. ഇതിന് ഒരു പ്രയർ ഡിസ്കഷനും എവിടെയും നടത്തിയിട്ടില്ല എന്നുള്ളതാണ്. ട്രംപിൻ്റെ ഓഫീസിൽ നിന്ന് ട്രംപ് തീരുമാനിക്കുന്നു, 4, 3, 7 വരെ കൂട്ടിയെടുത്തിട്ട് പേന കൊണ്ടുവരുന്നു, ഒപ്പിടുന്നു, ഇങ്ങനെ മീഡിയയിൽ ഇങ്ങനെ കാണിക്കുന്നു, താരിഫ് അപ്ലൈ ചെയ്തിരിക്കുന്നു, എക്സിക്യൂട്ടീവ് ഓർഡർ പാസ്ഡ്. ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ ബ്രസീലിൻ്റെ താരിഫ് 50% ഇട്ടത് ശരിയല്ല, ആ താരിഫ് നയം ഒഴിവാക്കണം എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം ബ്രസീലിൻ്റെ ബീഫ് വളരെ അത്യാവശ്യമാണ്. ബ്രസീലാണ് സോയാബീൻ എന്ന് പറഞ്ഞ ആ ഒരു സംഗതിയെ ചൈനയ്ക്ക് കയറ്റി അയച്ചുകൊണ്ട് അമേരിക്കയുടെ സോയാബീൻ എവിടെയൊക്കെ പോകുന്നുണ്ടോ അവിടെയൊക്കെ ബ്രസീലിൻ്റെ സോയാബീനും പോകും, കോമ്പറ്റീറ്ററാണ്. അപ്പോൾ ഈ സാഹചര്യത്തിൽ ബ്രസീലിനെ കുറച്ച് മയപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകേണ്ട സാഹചര്യത്തിലേക്ക് ട്രംപ് മനസ്സിലാക്കിയില്ലെങ്കിലും ട്രംപിൻ്റെ പാർട്ടിയിൽ തന്നെ പെട്ട റിപ്പബ്ലിക്കൻസ്, അതായത് 48 പേരാണ് ഡെമോക്രാറ്റുകൾ ഉള്ളത്, അതിൽ 52 പേര് റിപ്പബ്ലിക്കൻസ് ഉണ്ട്. ഇതിൽ ബ്രസീലിനെ അനുകൂലിച്ചുകൊണ്ട് 52 പേര് വോട്ട് ചെയ്തിട്ടുണ്ട്. അതായത് റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ തന്നെയുള്ള 4 കാൻഡിഡേറ്റ്സ് ട്രംപിന്റെ താരിഫിനെ അനുകൂലിക്കാതെ അതിനോട് വിയോജിപ്പ് രേഖപ്പെടുത്തിക്കൊണ്ട് ബ്രസീലിന്റെ താരിഫ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്.
ട്രംപിന്റെ നയങ്ങൾക്ക് എവിടേക്കോ പാളിച്ചകൾ പറ്റുന്നു എന്നുള്ളതാണ് വസ്തുത. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.